Hello students, today we are going to discuss about management system. So management system are the formal observable way in which an organization administers its operations. ഒരു ഓർഗനൈസേഷനിൽ ഫോർമലായിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെയാണ് ഓപ്പറേഷൻസ് അഡ്മിനിസ്ട്രേഷൻ നടത്തപ്പെടുന്നത്, അതാണ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ദർ ഇസ് സം set of policies, process, procedures used by organization to fulfill the task which are required to achieve the objective or the goal of the organization. So management system provide the framework of process and procedure used to ensure that an organization can fulfill the task. So ഒരു പർട്ടിക്കുലർ സിസ്റ്റം മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഓർഗനൈസേഷന് ദ കംപ്ലീറ്റ് പ്രോസസ്സ് നടത്താൻ സാധിക്കത്തില്ല. സോ ദർ ഇസ് ഇൻട്രസ്റ്റ് പ്രകാരം, സ്പെഷ്യലൈസേഷൻ ലെവൽസ് പ്രകാരം ഡിഫറെൻറ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. സോ സം ഓഫ് ദി കമ്പ്യൂട്ടറൈസ്ഡ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ് എന്ന് പറയുന്നത് ആണ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം, അക്കൗണ്ടിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം, കസ്റ്റമർ റിലേഷൻ മാനേജ്മെൻറ്റ് സിസ്റ്റം, നോളജ് മാനേജ്മെൻറ്റ് സിസ്റ്റം, ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് സിസ്റ്റം, മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് സിസ്റ്റം, operations management system, then project management, process management, personal management, product management, quality management, resource management, risk management, supply chain management, time management system. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഒരു ഓർഗനൈസേഷനിൽ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, മാനേജ്മെൻറ്റ് സിസ്റ്റം റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കണമെങ്കിൽ കുറച്ച് മാനേജറിയൽ റോൾസ്, നമ്മൾ മാനേജ്മെൻറ്റ് ലെവൽസിനെ പറ്റി, മാനേജ്മെൻറ്റ് സ്കിൽസിനെ പറ്റിയൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സോ കുറച്ച് മാനേജറിയൽ റോൾസ്, എന്തിനു വേണ്ടിയിട്ടാണ് ഈ മാനേജറിയൽ റോൾസ്? എഫിഷ്യൻ്റായിട്ട്, എഫക്റ്റീവായിട്ട് ബിസിനസ്സിൽ ഓപ്പറേഷൻസ് ഈ മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻറ്റ്സ് പ്രകാരം നമുക്ക് ചെയ്യണം. സോ അവിടെ ബിസിനസ് പ്രോസസ് ആൻഡ് ഓപ്പറേഷൻ സപ്പോർട്ട് ചെയ്യുക, ഡിസിഷൻ മേക്കിംഗ് ചെയ്യുക, കോമ്പറ്റേറ്റീവ് സ്ട്രാറ്റജീസ് ബിൽഡ് ചെയ്യുക. സോ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മൾ ഫങ്ഷണൽ അപ്രോച്ചസ് ഒക്കെ പറഞ്ഞിരുന്നു അല്ലേ? അവിടെ എന്താണ് മാനേജർ ചെയ്യുന്നത്, മാനേജേഴ്സ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്യുന്നത്, കോർഡിനേറ്റ്, ഡയറക്റ്റ് ആൻഡ് കൺട്രോൾ എങ്ങനെ, ഇതെല്ലാം ചെയ്യേണ്ടതാണ് മാനേജേഴ്സ്. സോ ആ ഫങ്ഷണൽ മാനേജ്മെൻറ്റ് കണക്കിലെടുത്തുകൊണ്ട് ഓരോ ഡിഫറെൻറ്റ് ലെവലിലും അല്ലെങ്കിൽ ഓരോ ഹൈറാർക്കിയിലും മാനേജറിയൽ റോൾസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഫങ്ഷണൽ സപ്പോർട്ട് റോൾ. സോ ഇൻ ഫങ്ഷണൽ സപ്പോർട്ട് റോളിൽ ബിസിനസ് പ്രോസസ് ആൻഡ് ഓപ്പറേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഫങ്ഷനാണ് ഫങ്ഷണൽ സപ്പോർട്ട് റോൾ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇൻവോൾവ്സ് കളക്ടിങ്, റെക്കോർഡിങ്, സ്റ്റോറിങ് ആൻഡ് ബേസിക് പ്രോസസ്സിങ് ഓഫ് ഡേറ്റ. സോ ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് പ്രോസസ് ആൻഡ് ഓപ്പറേഷൻ സപ്പോർട്ട് ചെയ്യുക, ഒരു അക്കൗണ്ടിങ് റെക്കോർഡ്സ് റെക്കോർഡ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നു. അതിനകത്ത് സെയിൽസ് ഡേറ്റ, പർച്ചേസ് ഡേറ്റ, ഇൻവെസ്റ്റ്മെൻറ്റ് ഡേറ്റ, പേറോൾ ഡേറ്റ, അങ്ങനെ എല്ലാ റെക്കോർഡ്സും റെക്കോർഡ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നു, ഇൻവെൻട്രി ഡേറ്റാസ് റെക്കോർഡ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നു, പിന്നെ പ്രൊഡക്ഷൻ ഷെഡ്യൂൾസ്, പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ്, ഇൻവെൻട്രി സിസ്റ്റം, പ്രൊഡക്ഷൻ മോണിറ്ററിംഗ് സിസ്റ്റം, ഇവയെ കണക്ട് ചെയ്യുന്ന റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്നു. ഹ്യൂമൻ റിസോഴ്സ് റെക്കോർഡ് ലൈക്ക് പേഴ്സണൽ, ഓരോ എംപ്ലോയീസിൻ്റെ ഡേറ്റ, അവരുടെ സാലറി ഡേറ്റ, എംപ്ലോയ്മെൻറ്റ് ഹിസ്റ്ററീസ്, പിന്നെ മാർക്കറ്റിംഗ് ഡേറ്റയെ റെക്കോർഡ് ആൻഡ് സ്റ്റോർ ചെയ്യുന്നു. മാർക്കറ്റിംഗ് റെക്കോർഡ്സ്, അഡ്വർടൈസ്മെൻറ്റ് ഇലാസ്റ്റിറ്റി റിപ്പോർട്ട്, marketing plans, sales activity reports, then business intelligence data, competitor analysis data, corporate objectives, strategic management records. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഫങ്ഷൻ അനുസരിച്ചുള്ള ഡേറ്റാസ് കളക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഫങ്ഷണൽ സപ്പോർട്ട് റോൾ എന്ന് പറയുന്നത്. സോ ഇനി സെക്കൻഡ് വൺ ഈസ് ഡിസിഷൻ റോൾ. In a decision role, which requires managers to plan strategies and utilize resources. ഡിസിഷൻ റോളിൽ മെയിനായിട്ട് മാനേജേഴ്സ് സ്ട്രാറ്റജീസ് പ്ലാൻ ചെയ്യുന്നു, ഒപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് അത് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള വേയിൽ യൂട്ടിലൈസ് ചെയ്യുക.
സോ ഈ ഒരു ഡിസിഷൻ റോള് ചെയ്യണമെങ്കിൽ മാനേജേഴ്സിന് സ്പെസിഫിക് ആയിട്ട് ഒരു സബ് റോൾസ് അവർക്കുണ്ടായിരിക്കണം. ഫസ്റ്റ് തിങ് ഈസ് ഓൺട്രപ്രണർ റോൾ, സെക്കൻഡ് ഈസ് ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ, തേർഡ് തിങ് ഈസ് റിസോഴ്സ് അലോക്കേറ്റർ ആൻഡ് ദ ഫോർത്ത് പോയിന്റ് ഈസ് നെഗോഷിയേറ്റർ. ഓൺട്രപ്രണർ റോൾ എന്ന് പറയുന്നത് ഒരു മാനേജറെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ഡെവലപ്പ് ചെയ്യണം റിസോഴ്സസ് വെച്ച്, എന്നിട്ട് അതുവഴി ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യണം. സോ ഒരു ഓൺട്രപ്രണർ റോൾ എന്ന് പറയുന്നത് ഇപ്പം ടോപ്പ് ലെവൽ മാനേജേഴ്സിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ മിഡിൽ മാനേജേഴ്സിന് അവരെന്താണോ കണ്ടുപിടിക്കുന്നത്, സോ അതിൻ്റെ പവറോട് കൂടി ആ ഡേറ്റ അവർക്ക് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി കൈമാറണം. സെക്കൻഡ് വൺ ആണ് ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ. സോ ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ എന്ന് വെച്ചാൽ എന്താ, ഓർഗനൈസേഷനിൽ ഫേസ് ചെയ്യുന്ന ഏതെങ്കിലും അൺആൻറ്റിസിപ്പേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടായാൽ ഇൻറ്റേർണലി ഓർ എക്സ്റ്റേർണലി എൻവയോൺമെൻറ്റിൽ നിന്നാകാം, അത് പ്രോപ്പർ വേയിൽ കറക്റ്റ് ചെയ്യുക. സോ മാനേജേഴ്സിന്, എല്ലാ ലെവലിലുള്ള മാനേജേഴ്സിനും ഈ ഒരു ഡിസ്റ്റർബൻസ് ഹാൻഡ്ലർ എന്ന് പറയുന്ന റോൾ, ആ സമയത്ത് ഡിസിഷൻസ് എടുക്കാനുള്ളൊരു കപ്പാസിറ്റിയും സ്കിൽസും പർട്ടിക്കുലർ മാനേജർക്ക് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് ഈസ് റിസോഴ്സ് അലോക്കേറ്റർ. ടോപ്പ് മാനേജേഴ്സിൽ അവർക്ക് മേജർ ക്രൈസിസ് ഉണ്ടായാൽ, എന്തെങ്കിലും ഒരു ഡിഫക്റ്റീവ് പ്രൊഡക്റ്റോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം. അതോടൊപ്പം തന്നെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പർട്ടിക്കുലർ റിസോഴ്സസ് അതിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കണം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് നെഗോഷിയേറ്റർ. നെഗോഷിയേറ്റർ എന്ന് പറയുന്നത് എന്താണ്? നെഗോഷിയേറ്റർ വർക്ക് ഫോർ അതേഴ്സ് ലൈക്ക് സച്ച് ആസ് സപ്ലയേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, ലേബർ യൂണിയൻസ്. സോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എഗ്രിമെൻറ്റ് ചെയ്യാതെ നിൽക്കുന്നവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യണം. ഇപ്പോൾ ഫസ്റ്റ് ലെവൽ മാനേജേഴ്സ് ആണ്, ദേ മേ നെഗോഷിയേറ്റ് വിത്ത് എംപ്ലോയീസ് ഓൺ ഇഷ്യൂസ് ഓഫ് സാലറി ഇൻക്രീസ് ഓർ ഓവർ ടൈം അവേഴ്സ്, or they may work with other supervisory managers when needed resources must be shared. In the case of middle managers, they negotiate with other managers, like they are likely to work to secure preferred places from supplier or from any other distributors. In case of top managers, they negotiate on larger issues such as labor contract or even mergers or acquisition of other companies, and a different area ഓരോ ലെവലിലുള്ളവരും നെഗോഷിയേറ്റ് ചെയ്യാം. സോ എല്ലായിടത്തും എല്ലാ ലെവൽ ഓഫ് മാനേജേഴ്സിനും ഡിസിഷൻ എന്ന് പറയുന്നത് എടുക്കാനുള്ളൊരു കപ്പാസിറ്റി, സ്കിൽസ് ഉണ്ടായിരിക്കണം. സോ ദേ ആർ പെർഫോമിംഗ് ദ പർട്ടിക്കുലർ ഡിസിഷൻ റോൾ ഇൻ ഓർഗനൈസേഷൻ. ദ നെക്സ്റ്റ് വൺ ഈസ് ഇന്റർപേഴ്സണൽ റോൾ. Interpersonal role means managers should be to direct or supervise employees in the organization. മാനേജേഴ്സ് എന്ന് പറയുന്നത് ഓർഗനൈസ് ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനും ഓർഗനൈസേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ്. സോ അവർക്ക് മെയിനായിട്ട് അവർ ചെയ്യുക 3 രീതികളിലായിരിക്കും. ഫസ്റ്റ് വൺ ഈസ് ഫിഗർ ഹെഡ്, അതായത് എപ്പോഴും അവരായിരിക്കും ഒരു ഓർഗനൈസേഷൻ്റെ ഗോളും ഗൈഡ് ലൈൻസും എല്ലാം എംപ്ലോയീസിൽ അല്ലെങ്കിൽ മീറ്റിങ്ങിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. സോ അവരായിരിക്കും ഫിഗർ ഹെഡ്, ടോപ്പ് ഓഫ് ദി മിഡിൽ മാനേജേഴ്സ് ആയിട്ട് നിൽക്കുക. സെക്കൻഡ് ഈസ് ലീഡർ, ലൈക്ക് the particular manager gives the command, direction to subordinates, they making decisions, they mobilizes employee support. So managers must be leaders at all level of the organization. But lower level managers നോക്കുകയാണെങ്കിൽ പോലും അവർ അയാളുടെ കീഴിലുള്ള ലേമനുമായിട്ട് അവരുടെ ഇടയ്ക്ക് ഒരു ലീഡറിൻ്റെ പൊസിഷൻ കീപ്പ് ചെയ്യുന്ന ആളായിരിക്കണം. അപ്പം ഫിഗർ ഹെഡ് പറഞ്ഞു, ലീഡർ പറഞ്ഞു. ദെൻ തേർഡ് തിങ് ഈസ് ലേസൺ, അതായത് ഒരു മാനേജറിനെ സംബന്ധിച്ചിടത്തോളം ഹി ഷുഡ് കോർഡിനേറ്റ് ദ വർക്ക് ഓഫ് അതേഴ്സ് ഇൻ ഡിഫറെൻറ്റ് വർക്ക് യൂണിറ്റ്. പല ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്ക് യൂണിറ്റ് വർക്ക് ചെയ്യുന്നവരുടെ വർക്ക് കോർഡിനേറ്റ് ചെയ്യണം, അവരുമായിട്ടൊരു അലയൻസ് ക്രിയേറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ റിസോഴ്സസ് ഷെയർ ചെയ്യുകയും വേണം. സോ മിഡിൽ മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർ കോമ്പീറ്റ് ചെയ്യായിരിക്കും അതർ മാനേജേഴ്സുമായിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരാണ് അങ്ങനെ ഒരു കോമ്പറ്റീഷൻ പെർഫോമൻസ് അനാലിസിസ് ഒക്കെ നടക്കുമ്പോൾ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷേ എങ്ങനെ ഇരുന്നാലും വർക്കിംഗ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. നെക്സ്റ്റ് വൺ ഈസ് കമ്മ്യൂണിക്കേഷൻ റോൾ. Communication role means
ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് കമ്പനിയുടെ ഒരു കോമ്പറ്റീറ്റീവ് പൊസിഷനിനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അത് പല ലെവലിലും, അതായത് നമ്മുടെ ലെവൽ ഓഫ് മാനേജ്മെൻറ്റിൽ എല്ലാം ഒരു കമ്മ്യൂണിക്കേഷൻ റോളിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണുള്ളത്. പ്രോപ്പർ വേയിൽ അവർക്ക് എന്താണോ, ഇപ്പോൾ മാനേജേഴ്സിന് എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് പ്രോപ്പർ വേയിൽ കൺവേ ചെയ്യണം, മറ്റുള്ളവർക്ക് അത് അണ്ടർസ്റ്റാൻഡബിളും ആയിരിക്കണം. സോ അതുവഴി ഒരു എല്ലാ കമ്പനീസും സക്സസ് ആവുക. അവരുടെ ബിസിനസ് ഫങ്ഷൻ എന്ന് പറയുന്നത് കോമ്പറ്റീറ്റേഴ്സുമായിട്ട് ഏറ്റവും മുന്നിൽ നിൽക്കുമ്പോഴാണ്. സോ അവരുടെ കോർ കോമ്പറ്റൻസിനെ കൂടുതൽ ആയിട്ട് അവർ ഹൈലൈറ്റ് ചെയ്യണം. അങ്ങനെ ഒരു സസ്റ്റൈനബിൾ ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ബിൽഡ് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് പ്ലേസിൽ അവർക്ക് നിലനിന്ന് പോകാൻ പറ്റത്തുള്ളൂ. സോ ഇൻഫോർമേഷൻ സിസ്റ്റത്തിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ സപ്പോർട്ടോടു കൂടി ഈ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോമ്പറ്റീറ്റീവ് എൻവയോൺമെൻറ്റിനെ ആദ്യമേ സ്റ്റഡി ചെയ്യും. ദെൻ ബിസിനസ്സിൻ്റെ എൻവയോൺമെൻറ്റൽ സ്കാനിങ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ സപ്പോർട്ടോടു കൂടി സസ്റ്റൈനബിൾ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നു. നെക്സ്റ്റ് ഈസ് പെർഫോമൻസ് മോണിറ്ററിംഗ് റോൾ. മാനേജർ റോളിലെ ഏറ്റവും ലാസ്റ്റാണ് പെർഫോമൻസ് മാനേജിങ് റോൾ. സോ മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഈസ് നോട്ട് ജസ്റ്റ് എ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ ഡേറ്റ അനാലിസിസ്. സോ they have to be used as a MPO, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്. അതായത് എല്ലാ ലെവലിലുള്ളവർക്കും ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഒരു ബ്രെയിൻ സ്റ്റോമിങ് നടക്കുമ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് ഉള്ള അവകാശമുണ്ട്. സോ MPO എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത് പീറ്റർ എഫ് ട്രക്കറാണ്. സോ അതിൽ പ്രകാരം പറയുന്നത് ഒരു പെർഫോമൻസ് എല്ലാവരുടെയും മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. എല്ലാ എംപ്ലോയീസിൻ്റെ പെർഫോമൻസും മോണിറ്റർ ചെയ്യും ത്രൂ HRD ഡിപ്പാർട്ട്മെൻറ്റ്. സോ അവിടെ ഒരു MISൻ്റെ സഹായത്തോടുകൂടി എന്ത് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെലവൻ്റ് ആയിട്ടുള്ള മെഷറബിൾ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക, എല്ലാവരുടെയും പെർഫോമൻസസ് മോണിറ്റർ ചെയ്യുക, ഏതെങ്കിലും രീതിയിൽ ഓരോ ഓർഗനൈസേഷനിലും എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടായാൽ അതിന് അലേർട്ട് ചെയ്ത് പ്രിക്കോഷൻസ് കൊണ്ടുവന്ന് കറക്റ്റ് മെഷേഴ്സ് ആഡ് ചെയ്ത് പ്രോപ്പർ വേയിൽ ഒന്നോടെ അത് പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. ഈ രീതിയിൽ പെർഫോമൻസിനെ മോണിറ്റർ ചെയ്ത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ, നല്ല പ്രൊഡക്ടിവിറ്റി എഫിഷ്യൻസിയൊക്കെ ഇൻക്രീസ് ചെയ്യാൻ, എംപ്ലോയീസിൻ്റെ ഇൻക്രീസ് ചെയ്യാനായിട്ട് ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് അബൌട്ട് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ആക്ടിവിറ്റീസ്. നമുക്കറിയാം ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഏതൊക്കെയായിരുന്നു? ഓപ്പറേഷണൽ, നോളജ് ലെവൽ, മാനേജ്മെൻറ്റ് ലെവൽ ആൻഡ് സ്ട്രാറ്റജിക് ലെവൽ. ഈ 4 ലെവലിലും ഓരോ ഇൻഫോർമേഷൻ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. സോ പ്രോപ്പർ മാനേജ്മെൻറ്റിന് വേണ്ടി ഡിഫറെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റമാണ് ഓരോ ഓർഗനൈസേഷൻ ഹൈറാർക്കിയിലെ ഈ ഓരോ ലെവലിലും യൂസ് ചെയ്യുന്നത്. ഇനി അതേതൊക്കെയാണെന്ന് നോക്കാം. സ്ട്രാറ്റജിക് ലെവൽ മാനേജ്മെൻറ്റിൽ അവരുടെ മെയിൻ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ലോങ് ടേം ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യുക, ഫോക്കാസ്റ്റിങ്, ബഡ്ജറ്റ് പ്ലാൻ ചെയ്യുക, പ്രോഫിറ്റ് പ്ലാനിങ് ചെയ്യുക, പേഴ്സണൽസിനെ പ്ലാൻ ചെയ്യുക. സോ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എക്സിക്യൂട്ടീവ് സപ്പോർട്ട് സിസ്റ്റം. ഇനി മാനേജ്മെൻറ്റ് ലെവൽ സിസ്റ്റത്തിലുള്ളവർ, അവർക്ക് സെയിൽസ് മാനേജ്മെൻറ്റ്, ഇൻവെൻട്രി കൺട്രോൾ, കോസ്റ്റ് അനാലിസിസ്, പ്രൊഡക്ഷൻ ഷെഡ്യൂളിങ്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യണം. സോ അതിനു വേണ്ടി അവരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് MIS, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, DSS, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. കമ്മിങ് ടു നോളജ് ലെവൽ സിസ്റ്റം, their activities are engineering workstations, word processing, graphic workstations, document imaging, manager workstations, electronic calendar. So they are using the information system like knowledge work system of നെക്സ്റ്റ് ഓഫീസ് ഓട്ടോമേഷൻ സിസ്റ്റം. ഈ രണ്ടെണ്ണമാണ് അവർ യൂസ് ചെയ്യുന്നത്. സോ ദ ലാസ്റ്റ് വൺ, ദ ഓപ്പറേഷണൽ ലെവൽ സിസ്റ്റം, ദ ആക്ടിവിറ്റീസ് ഓർഡർ ട്രാക്കിംഗ്, ഓർഡർ പ്രോസസ്സിംഗ്, മെഷീൻ കൺട്രോൾ, പ്ലാൻ ഷെഡ്യൂളിംഗ്, മെറ്റീരിയൽ മൂവ്മെൻറ്റ് കൺട്രോൾ ആൻഡ് എക്സെട്ര എക്സെട്ര. സോ ദേ ആർ യൂസിങ് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം. സോ ഈ 4 ലെവലിനെയും ഈ സപ്പോർട്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ സിസ്റ്റത്തിനെയും കംപ്രൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് വൺ ഈസ് ESSൻ്റെ ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യുന്നത് അഗ്രിഗേറ്റ് ഡേറ്റ
ലൈക്ക് എക്സ്റ്റേണൽ ഓർ ഇൻറ്റേർണൽ ഡേറ്റ ആയിരിക്കും. അത് പ്രോസസ്സിങ് ചെയ്യുക ഗ്രാഫിക്സും സിമുലേഷൻസും ഇൻട്രാക്റ്റീവ് സെക്ഷൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കും. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രൊജക്ഷൻസ്, റെസ്പോൺസ് ടു ക്വറീസ്. ഇത് യൂസ് ചെയ്യുന്നവരായിരിക്കും സീനിയർ മാനേജേഴ്സ്. ദെൻ DSS യൂസ് ചെയ്യുക. ഇൻപുട്ട് യൂസ് ചെയ്യുന്നത് ലോ വോളിയം ഡേറ്റ ഓർ മാസീവ് ഡേറ്റാബേസ് ഒപ്റ്റിമൈസ്ഡ് ഫോർ ഡേറ്റ അനാലിസിസ്. ത്രൂ interactive and simulation analysis, the output is special reports, decision analysis, responses to queries. Professional staff managers are using DSS. Then MIS using the input like summary transaction data, high volume data and symbol models. Through processing routine reports, symbol models, they getting the output like summary and exception reports. The users are middle managers. Then knowledge work system using the input like design specification and knowledge base, and the processing, modeling and simulations, they getting the information output, model graphics and used by professional technical staff. Then office system, the input is documents and the schedules. Processing is management, scheduling and communication. Then the output is schedules and mail used by clerical workers. Then TPS, the input is transaction events. The process are sorting, listing, merging and updating. Output is reports, list and summaries used by operations personnel and supervisors. So നമുക്ക് ഈ ഓരോ ടൈപ്പ് ഓഫ് സിസ്റ്റവും എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. The first one is Transaction Processing System, TPS. The main purpose of TPS is to record daily routine transactions. ഡെയിലി റുട്ടീൻ ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുന്നതാണ് ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇറ്റ് പ്രൊവൈഡ് ബേസിക് ഇൻപുട്ട് ടു ദി കമ്പനീസ് ഡേറ്റാബേസ്. ഇഫ് ഫെയിലിയർ ഇൻ ദി TPS ഓഫൺ മീൻസ് ഡിസാസ്റ്റർ ഫോർ ദി ഓർഗനൈസേഷൻ. സോ മെയിനായിട്ട് TPS യൂസ് ചെയ്യുന്നത് ഏത് ലെവലിലാണ്? ഓപ്പറേഷണൽ ലെവലിലാണ്. സോ അറ്റ് ദിസ് ലെവൽ the task, resources, goals are predefined and highly structured. The decision to grant credit to a customer, for instance, is made by a lower level supervisor according to the predefined criteria or objectives. So all that must be determined whether the customer meets the criteria. സോ TPS വഴി ഓരോ ഇൻറ്റേർണൽ ഓപ്പറേഷൻസും മോണിറ്റർ ചെയ്ത് ഫേമിൻ്റെ എക്സ്റ്റേർണൽ എൻവയോൺമെൻറ്റുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. സോ മേജർ പ്രൊഡ്യൂസേഴ്സ് ഓഫ് പർട്ടിക്കുലർ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് പല രീതിയിലുള്ള സിസ്റ്റം യൂസ് ചെയ്തിട്ടായിരിക്കും. പക്ഷേ ഓപ്പറേഷണൽ ലെവലിൽ ട്രാൻസാക്ഷൻ ഈ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന ഈ സിസ്റ്റം വഴി പ്രോപ്പർ വേയിൽ ഓരോ ആക്ഷൻസും അവർ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് അവർ ട്രാൻസ്ഫർ ചെയ്ത് അത് അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. സോ ഹിയർ ഇസ് സം ഫീച്ചേഴ്സ് ഓഫ് TPS. ദ ഫസ്റ്റ് വൺ ഈസ് റാപ്പിഡ് റെസ്പോൺസ്. റാപ്പിഡ് റെസ്പോൺസ് മീൻസ് ഫാസ്റ്റ് പെർഫോമൻസിനോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ റെസ്പോൺസ് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം. പെട്ടെന്ന് തന്നെ റെസ്പോൺസ് കിട്ടിയാലാണ് നമുക്ക് അതിനനുസരിച്ച് ആക്ഷൻ നമുക്ക് നടത്താൻ പറ്റത്തുള്ളൂ. സോ ഒരു ഇൻപുട്ടിൽ നിന്നും പ്രൊഡക്ഷൻ വഴി ഔട്ട്പുട്ട് ഫോം ചെയ്യുമ്പോൾ ആ എടുക്കുന്ന ടൈമിൽ അതുപോലെ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഒരു റെസ്പോൺസ് ലഭിക്കാൻ വേണ്ടിയിട്ട്. സോ പെട്ടെന്ന് തന്നെയുള്ള റെസ്പോൺസ് ഏൺ ചെയ്യാനായിട്ട് TPS നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. സെക്കൻഡ് തിങ് ഈസ് റിലയബിലിറ്റി. പല ഓർഗനൈസേഷനിലും ഇപ്പോൾ എന്തെങ്കിലും ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഓപ്പറേഷന് ഈവൻ നമ്മുടെ ബിസിനസ്സിനെ വരെ സ്റ്റോപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ ഒരു TPS യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എഫക്റ്റീവ് വേയിൽ ഫെയിലിയർ റേറ്റ് എന്ന് പറയുന്നത് കുറയ്ക്കാൻ പറ്റും. ഇൻ കേസ് എന്തെങ്കിലും TPS യൂസ് ചെയ്തുകൊണ്ട് ഫെയിൽ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഉടൻ തന്നെ ക്വിക്ക് ആൻഡ് ആക്യുറേറ്റ് റിക്കവറിക്കുള്ള സാധ്യതകൾ കൂടുതലാണ്.
So this make well-designed backup and recovery procedures very essentially. Then the third one is inflexibility. TPS സംബന്ധിച്ചിടത്തോളം ഫ്ലെക്സിബിൾ ആണ്. അത് ഏത് സിറ്റുവേഷനോടും, യൂസർ ഏതുമാകട്ടെ, കസ്റ്റമർ ഏതുമാകട്ടെ, ടൈം ഏതുമാകട്ടെ, എന്ത് ഡ്യൂ ഡേ ആകട്ടെ, ഒരു ട്രാൻസാക്ഷൻ പ്രോസസ്സ് ചെയ്യാനുള്ളതനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കും. സോ there would be too many opportunities for non-standard operations. Next, the fourth one is controlled processing. TPSലെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷനുമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ഏത് ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷൻസിനെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് TPS ഓപ്പറേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ റോൾ റെസ്പോൺസിബിലിറ്റി ഓരോ പർട്ടിക്കുലർ എംപ്ലോയീസിനും അലോക്കേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഡിഫറെൻ്റ് ആയിട്ടുള്ള റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി ആയിരിക്കും ഓരോ എംപ്ലോയീസിനുണ്ടായിരിക്കുക. സോ TPS എന്ന് പറയുമ്പോൾ ആ റിക്വയർമെൻറ്റ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ആയിരിക്കും TPS ഓരോ എംപ്ലോയിയും വർക്ക് ചെയ്യുക. നെക്സ്റ്റ് ഈസ് ആസിഡ് ടെസ്റ്റ് പ്രോപ്പർട്ടീസ്. അതായത് ഒരു ആസിഡ് ടെസ്റ്റ് കെമിസ്ട്രിയിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ ആറ്റോമിസിറ്റി, കൺസിസ്റ്റൻസി, ഐസൊലേഷൻ, ഡ്യൂറബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്യുന്നതാണ് ആസിഡ് ടെസ്റ്റ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. സോ ആറ്റോമിസിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ടോ, ഓരോ സ്റ്റേറ്റിൽ ഹാപ്പൻ ചെയ്യുന്നുണ്ടോ അതോ ഹാപ്പൻ ചെയ്യുന്നില്ലേ എന്നുള്ള കാര്യം പെട്ടെന്ന് അനാലിസിസ് ചെയ്യുകയാണ് ആറ്റോമിസിറ്റി ടെസ്റ്റ് ചെയ്യുന്നത് വഴി മനസ്സിലാക്കാൻ പറ്റുന്നത്. കൺസിസ്റ്റൻ്റ് ആണോ എന്ന് നോക്കണം. അതോടൊപ്പം തന്നെ ഐസൊലേഷൻ, ലൈക്ക് ട്രാൻസാക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് പ്രോപ്പർ വേയിൽ എക്സിക്യൂട്ട് ആകുന്നുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. നെക്സ്റ്റ് ഈസ് ഡ്യൂറബിലിറ്റി. ഡ്യൂറബിലിറ്റി മീൻസ് സക്സസ്ഫുൾ ആയിട്ട് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയോ, അത് സർവൈവ് ചെയ്യുമോ, എന്തെങ്കിലും ഫെയിലേഴ്സ് വന്ന് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നു. സോ പ്രോപ്പർ ആസിഡ് ടെസ്റ്റ് പ്രോപ്പർട്ടീസ് വഴി നമുക്ക് ഈ 4 പ്രോപ്പർട്ടി വഴി നമുക്ക് പ്രോപ്പർ വേയിൽ ട്രാൻസാക്ഷൻ ആപ്ലിക്കബിൾ ആകുന്നുണ്ടോ ആക്കാനും പറ്റുമെന്നാണ് ആസിഡ് ടെസ്റ്റ് പ്രോപ്പർട്ടീസും കൺട്രോൾ പ്രോസസ്സിങ്ങും ഇൻഫ്ലെക്സിബിലിറ്റിയും റിലയബിലിറ്റി, റാപ്പിഡ് റെസ്പോൺസ് പോലുള്ള ഫീച്ചേഴ്സ് വഴി പറയുന്നത്. സോ ദ സെക്കൻഡ് വൺ ഈസ് നോളജ് വർക്ക് സിസ്റ്റം. നോളജ് വർക്ക് സിസ്റ്റം എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്നത് ഹൈ സ്കിൽഡ് ആയിട്ടുള്ള നോളജ് വർക്കേഴ്സിനെയാണ്. അതായത് നോളജ് വർക്കേഴ്സ് ലെവലിലുള്ള ആളുകളെയാണ് ഈ സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ന്യൂ നോളജ് കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്യാനും ഇൻ്റഗ്രേറ്റ് ചെയ്യാനുമാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം നോളജ് വർക്ക് സിസ്റ്റം സപ്പോർട്ട് ചെയ്യുക ട്രേഡിങ്ങിനും അതോടൊപ്പം തന്നെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിനും വേണ്ടിയിട്ടായിരിക്കും. അതോടൊപ്പം തന്നെ നോളജ് ലെവൽ മാനേജേഴ്സിന് അനാലിസിസ് നടത്താനും അതിൽ നിന്നും റിസൾട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാനും അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ ഡേറ്റേനെ എത്ര ഹ്യൂജ് എമൗണ്ട് ആണെങ്കിലും ഫിനാൻഷ്യൽ ഡേറ്റകളെ പെട്ടെന്ന് അനാലിസിസ് ചെയ്യാനും അതിൽ നിന്നും ഒരു കൺക്ലൂഷൻ എത്താനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നോളജ് വർക്ക് സിസ്റ്റം അഥവാ ഓഫീസ് സിസ്റ്റം എന്ന് പറയുന്നത് നോളജ് ലെവൽ ഓർഗനൈസേഷനുള്ള എംപ്ലോയീസിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. സോ നോളജ് വർക്ക് സിസ്റ്റം ആ നോളജ് വർക്കേഴ്സിനെ അല്ലെങ്കിൽ ഓഫീസ് ഓട്ടോമേഷൻ സിസ്റ്റത്തിന് കൂടുതലായിട്ട് അവരുടെ വർക്കിനെ കൂടുതൽ ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ നോളജ് വർക്ക് സിസ്റ്റം യൂസ് ചെയ്യുന്നത് നോളജ് വർക്കേഴ്സിനും ഓഫീസ് ഓട്ടോമേഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്നത് ഡേറ്റ വർക്കേഴ്സും ആയിരിക്കും. നോളജ് വർക്കേഴ്സ് എന്ന് പറയുന്നത് ഫോർമലി അവർ യൂണിവേഴ്സിറ്റി ഡിഗ്രി മേടിച്ചിട്ടുള്ള റെക്കഗ്നൈസ്ഡ് പ്രൊഫഷനിൽ ഇരിക്കുന്ന ലൈക്ക് എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, ലോയേഴ്സ് പോലുള്ള ആളുകളാണ്. സോ അവരുടെ ജോബ് എന്ന് പറയുന്നത് ദേ ആർ ക്രിയേറ്റിംഗ് സം ന്യൂ ഇൻഫർമേഷൻ ആൻഡ് നോളജ്. സോ നോളജ് വർക്ക് സിസ്റ്റം സയൻറ്റിഫിക് ഓർ എൻജിനീയറിംഗ് ഡിസൈൻ വർക്ക് സ്റ്റേഷൻസിൽ യൂസ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ അവർക്ക് എന്തിനു വേണ്ടിയിട്ടായിരിക്കും ന്യൂ നോളജ് ക്രിയേറ്റ് ചെയ്യാനും ന്യൂ നോളജിനെ അവർക്ക് ടെക്നിക്കൽ എക്സ്പെർട്ടൈസോട് കൂടി ബിസിനസ്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുമായിരിക്കും ഇത് യൂസ് ചെയ്യുക. ഇനി ഡേറ്റ വർക്കേഴ്സ് എന്ന് പറയുന്നത് അവർ കുറച്ച്
ഫോർമൽ കാര്യത്തിൽ പുറകോട്ടായിരിക്കും. അഡ്വാൻസ്ഡ് എഡ്യൂക്കേഷണൽ ഡിഗ്രി ഉണ്ടെങ്കിലും അവർ ക്രിയേറ്റ് ചെയ്ത ഇൻഫോർമേഷന് പ്രോസസ്സിങ് ചെയ്യുകയാണ് ചെയ്യുക. സോ മെയിൻലി സെക്രട്ടറീസ്, അക്കൗണ്ടൻറ്റ്സ്, ക്ലർക്ക് ഇങ്ങനെയുള്ള ആളുകളാണ് ഡേറ്റ വർക്കേഴ്സിൽ ഇൻക്ലൂഡഡ് ആകുന്നത്. സോ അവരുടെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ആപ്ലിക്കേഷൻ ഡിസൈൻ ചെയ്ത പ്രകാരം അവരുടെ പ്രൊഡക്ടിവിറ്റീനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റിംഗ് ആക്ടിവിറ്റീസിലൂടെ പ്രോപ്പർ വേയിൽ സിസ്റ്റത്തിനെ യൂസ് ചെയ്തുകൊണ്ട് അവരുടെ വർക്ക് അവർ ചെയ്യുന്നു. സോ ഓഫീസ് സിസ്റ്റം വിച്ച് ഈസ് മെയിൻലി കോർഡിനേറ്റിംഗ് ദി diverse information workers, geographic units and the functional areas. So the system communicate with customers, suppliers and other organization like അവരുടെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആകാം. So outside the firm, and also they serve as a clearing house for information and knowledge flows. Next one is office automation system. ഓഫീസ് ഓട്ടോമേഷൻ സിസ്റ്റം അഥവാ ഓഫീസ് സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്നത് ജനറൽ ഓഫീസ് വർക്ക് ആയിരിക്കും. ലൈക്ക് ഹാൻഡ്ലിംഗ് ആൻഡ് മാനേജിങ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ. ലൈക്ക് ടെക്സ്റ്റ് ആൻഡ് ഇമേജ് പ്രോസസ്സ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വേർഡ് പ്രോസസ്സറിൽ കൂടെ നമുക്ക് എന്തെങ്കിലും ഡേറ്റാസ് പബ്ലിഷ് ചെയ്യാം, ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം വിത്ത് ഗ്രാഫിക് ആൻഡ് സ്പെഷ്യൽ ലേഔട്ട് ഫീച്ചേഴ്സ്. സോ നമുക്കറിയാം സ്പ്രെഡ്ഷീറ്റ്, പ്രസൻറ്റേഷൻ പാക്കേജസ്, പവർ പോയിൻറ്റ്, പേഴ്സണൽ ഡേറ്റാബേസ് സിസ്റ്റം, നോട്ട് പാഡ്, കാർഡ് ഫയല്, അങ്ങനെ ഇഷ്ടംപോലെ രീതിയിലുള്ള ഫീച്ചേഴ്സ് അടങ്ങുന്നതാണ് ഓഫീസ് ഓട്ടോമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇതെല്ലാം ഒരു ബിസിനസ്സിൻ്റെ പ്രോസസ്സിങ്ങിന് അല്ലെങ്കിൽ ആക്ടിവിറ്റീസിന്, റിപ്പോർട്ട് മേക്കിങ്ങിന് അല്ലെങ്കിൽ വേറൊരു തലത്തിൽ ഹെൽപ്ഫുൾ ആകുന്ന ഏരിയ ആണ് ഓഫീസ് ഓട്ടോമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം. MIS generate information for monitoring performance and maintaining coordination. And also it extract, process and summarize data from the TPS and provide periodic reports to managers. TPSൽ നിന്ന് ലഭിക്കുന്ന ഡേറ്റയെ സമ്മറൈസ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് പർട്ടിക്കുലർ മാനേജേഴ്സിന് മേ ബി വീക്ക്ലിയോ മന്ത്ലിയോ ക്വാർട്ടർലിയോ റിപ്പോർട്ട്സ് ജനറേറ്റ് ചെയ്യുന്നതാണ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. സോ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസിനെ വെച്ച് പെർഫോമൻസ് മോണിറ്റർ ചെയ്യാനും കോർഡിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും ഒരു ഓർഗനൈസേഷനിൽ ഇപ്പം പർച്ചേസിങ്ങും അക്കൗണ്ട് പേയബിളും തമ്മിലൊരു കണക്ഷനുണ്ട്. പർച്ചേസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ക്യാഷ് വേണം. അത് എവിടെ നിന്ന് കിട്ടും? ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ. പർച്ചേസ് നടക്കുന്നത് എവിടെയായിരിക്കും? ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. സോ അവിടെ ഒരു കോർഡിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. സോ നൗവേഡേയ്സ് മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ടുണ്ട്. ലൈക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ഉള്ള ഇൻഫർമേഷൻസ് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റ് ലിങ്ക് വഴി അവർ സബ് ഡേറ്റ പോലെ അവരത് കൈമാറിയാണ് ഓരോ ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ആകുന്നത്. സോ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഇൻഫർമേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ബിസിനസ്സിനെ മാനേജ് ചെയ്യാനായിട്ടുള്ള കംപ്ലീറ്റ് സ്റ്റഡിയും ഇൻവോൾവ് ചെയ്യുന്നതാണ്. And also MIS is designate a specific category of information system serving management level functions. മാനേജ്മെൻറ്റ് ലെവലിലുള്ള എംപ്ലോയീസ്, മാനേജ്മെൻറ്റ് ലെവലിലാണ് ഇത് കൂടുതലായിട്ട് മാനേജേഴ്സ് ആയിരിക്കും ഇത് യൂസ് ചെയ്യുന്നത്. അവരെന്തിനു വേണ്ടിയിട്ടായിരിക്കും? റിപ്പോർട്ട് ജനറേഷന് വേണ്ടിയിട്ട്, കറണ്ട് പെർഫോമൻസ്, ഹിസ്റ്ററിക്കൽ ഡേറ്റാസ് ഒക്കെ ആയിട്ട് ഇതിനെ റെക്കോർഡ് ചെയ്യാൻ, അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം പ്ലാനിങ്, കൺട്രോളിങ്, ഡിസിഷൻ മേക്കിംഗ്, മാനേജ്മെൻറ്റ് ലെവലിലെ എല്ലാ ഫങ്ഷൻസിനെയും പ്രോപ്പർ വേയിൽ അക്കംപ്ലിഷ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം. ഇത് യൂസ് ചെയ്യുന്നത് ആരാണ്? മാനേജ്മെൻറ്റ് ലെവലിലുള്ള മാനേജേഴ്സാണ്. ഓർഗനൈസേഷനുള്ള മാനേജ്മെൻറ്റ് ലെവലാണ് ഇത് യൂസ് ചെയ്യുന്നത്. So it helps managers make decisions that are unique, rapidly changing and not easily specified in advance.
ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം അഥവാ DSS യൂസ് ചെയ്യുന്നത് മാനേജേഴ്സിന് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. അതായത് പെട്ടെന്ന് യൂണിക്കായിട്ട് ചേഞ്ച് ഫ്ലെക്സിബിൾ ആകുന്ന രീതിയിൽ ചേഞ്ച് ചെയ്യുന്ന രീതിയിൽ ഏറ്റവും ഈസി ആയിട്ട് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻറ്റേർണൽ ഇൻഫർമേഷൻസൊക്കെ നമുക്ക് TPSും MISും വഴി കളക്ട് ചെയ്യാൻ പറ്റും. എക്സ്റ്റേണൽ സോഴ്സസ് എങ്ങനെയാണ്? അതായത് എക്സ്റ്റേണലി നമുക്ക് കറണ്ട് സ്റ്റോക്ക് പ്രൈസ് അറിയണം, കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൊഡക്റ്റ് പ്രൈസ് അറിയണം, എങ്കിൽ മാത്രമാണ് അതിനനുസരിച്ച് ഫ്ലെക്സിബിളായിട്ട് നമ്മുടെ പ്രൊഡക്റ്റിന് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്താൻ പറ്റത്തുള്ളൂ. സോ ഈ രീതിയിൽ ഇൻഫോർമേഷൻസിനെ കളക്ട് ചെയ്യാൻ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഡിസൈൻ ചെയ്ത പ്രകാരം ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു പർട്ടിക്കുലർ സിസ്റ്റമാണ് DSS എന്ന് പറയുന്നത്. സോ ഈ മോഡൽ പ്രകാരം നമുക്ക് ഡേറ്റ അനാലിസിസ് ചെയ്ത്, ഇപ്പം ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റയാണ്, നമുക്ക് അതിനൊന്ന് ഷോർട്ടാക്കി അനലൈസ് ചെയ്ത് ഡിസിഷൻ മേക്കേഴ്സിന് കൊടുക്കുകയാണെങ്കിൽ ആ യൂസേഴ്സ് ഡയറക്റ്റ്ലി നമ്മുടെ സിസ്റ്റത്തിന് ഏറ്റവും യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള, ആ സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് ബിസിനസ്സിന് ഏറ്റവും യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള ഡിസിഷൻസ്, കൺക്ലൂഷൻ, ഇപ്പോൾ ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് പോലെ ആണെങ്കിൽ അതിൽ നിന്നും പ്രോപ്പർ വേയിൽ മോണിറ്റർ ചെയ്ത് ജനറേറ്റ് ചെയ്ത് നമുക്ക് പർട്ടിക്കുലർ കൺക്ലൂഷൻ നമുക്ക് കൊണ്ടുവന്ന് തരുന്നതാണ്. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും അങ്ങനെ ഒരു ആക്ടിവിറ്റി അവർ ചെയ്ത് തീർക്കുക. നെക്സ്റ്റ് ഈസ് എക്സിക്യൂട്ടീവ് സപ്പോർട്ട് സിസ്റ്റം. എക്സിക്യൂട്ടീവ് സപ്പോർട്ട് സിസ്റ്റം യൂസ് ചെയ്യുന്നത് ആരാണ്? സീനിയർ മാനേജേഴ്സാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു മേക്ക് ഡിസിഷൻസ്. സോ ഇറ്റ് സെർവ്സ് ദ സ്ട്രാറ്റജിക് ലെവൽ ഓഫ് ദി ഓർഗനൈസേഷൻ. ഏറ്റവും ടോപ്പ് ലെവലിൽ ആണ് ഇത് യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ജനറേറ്റ്സ് some generalized computing and communication environment rather than providing any fixed application or specific capability. കൂടുതലായിട്ടും ESS ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡേറ്റേനെ, ഇപ്പോൾ ഒരു എക്സ്റ്റേണൽ ഇവൻസിനെ വെച്ചതുകൊണ്ട്, ന്യൂ ടാക്സ് ലോയോ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇതോ വെച്ചുകൊണ്ടാണെങ്കിൽ പോലും നമുക്ക് എക്സ്റ്റേണൽ ഇവൻസിനെയും വെച്ചുകൊണ്ട് ഡേറ്റ ഇൻകോപ്പറേറ്റ് ചെയ്യാനും ഇൻഫർമേഷൻസിനെ സമ്മറൈസ് ചെയ്യാനും, നമുക്കിപ്പം ഇൻറ്റേർണലി ഓർഗനൈസേഷൻ MISS എന്നോ DSS നിന്നും ആണ് എക്സിക്യൂട്ടീവ് സപ്പോർട്ട് സിസ്റ്റത്തിലോട്ടുള്ള ഡേറ്റ ചെല്ലുക. കാരണം താഴത്തെ ലെവലിൽ നിന്ന് ഏറ്റവും എക്സിക്യൂട്ടീവ് സപ്പോർട്ട് സിസ്റ്റം, അതായത് ഈ എക്സിക്യൂട്ടീവ് സ്ട്രാറ്റജിക് ലെവലിന് തൊട്ട് താഴെ നിൽക്കുന്ന ഇൻഫർമേഷൻ ലഭിക്കുന്നത് നമുക്ക് MIS DSS നിന്നായിരിക്കുമല്ലോ. അതിൽ നിന്നും ഫിൽറ്റർ ചെയ്ത് കംപ്രസ് ചെയ്ത് ക്രിട്ടിക്കൽ ഡേറ്റ മാത്രം ട്രാക്ക് ചെയ്ത് ഏറ്റവും എഫോർട്ടോടു കൂടി ഇൻഫർമേഷൻസിന് അക്വയർ ചെയ്ത് എക്സിക്യൂട്ടീവ്സിന് യൂസ്ഫുൾ ആകുന്ന രീതിയിൽ അത് എംപ്ലോയ് ചെയ്യുന്നു. സോ ദ മോസ്റ്റ് അഡ്വാൻസ്ഡ് ഏരിയ എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ഇത് രേഖപ്പെടുത്തുന്നത് ഗ്രാഫ്സും ഡേറ്റ ഒക്കെ ഗ്രാഫ് യൂസ് ചെയ്തിട്ടായിരിക്കും. സോ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് അല്ലെങ്കിൽ ഒരു ബോർഡ് റൂമിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ സോഴ്സ് നോക്കി ഇൻഫർമേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ ജനറലൈസ്ഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ കപ്പാസിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ESSനെ കൊണ്ടുള്ള ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് പാർട്ട് എന്ന് പറയുന്നത്. സോ ഏറ്റവും ഹൈലി അനലിറ്റിക്കലായിട്ട് ഉള്ള രീതിയിലുള്ള മോഡൽസ് യൂസ് ചെയ്തിട്ടാണ് എക്സിക്യൂട്ടീവ് സപ്പോർട്ട് സിസ്റ്റത്തിനെ വർക്കൗട്ട് ചെയ്യുകയും ചെയ്യുന്നത്. So we will look into the executive support system. Like ഇവിടെ നമുക്കറിയാം ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം, നോളജ് സിസ്റ്റം അല്ലെങ്കിൽ ഓഫീസ് ഓട്ടോമേഷനിൽ നിന്നും എല്ലാം ഒരു ഇൻ്റർ റിലേറ്റഡ് ആണ് അല്ലേ? എല്ലാത്തിൽ നിന്നും ഇൻഫോർമേഷൻസ്, ഇപ്പം മെയിനായിട്ട് നമ്മൾ ഈ പറഞ്ഞ എല്ലാത്തിൽ നിന്നും ഇൻഫോർമേഷൻസ് പരസ്പരം കൈമാറിയാണ് ഒരു ഓർഗനൈസേഷൻ ആക്ടിവിറ്റീസ് പ്രോസസ്സൊക്കെ നടത്തി അവരുടെ ഔട്ട്പുട്ട് എന്താണോ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത് അത് അച്ചീവ് ചെയ്യുക. ഇപ്പോൾ ഒരു ESSനെ സംബന്ധിച്ചിടത്തോളം ESS വർക്ക് സ്റ്റേഷനിൽ ഇൻറ്റേർണൽ ഡേറ്റ ലഭിക്കുന്നത് എവിടെ നിന്നായിരിക്കും? ഇൻറ്റേർണൽ ഡേറ്റ നോളജ് വർക്കേഴ്സിൽ നിന്നും MIS വഴി എക്സിക്യൂട്ടീവ് സപ്പോർട്ട് സിസ്റ്റത്തിലോട്ട് എത്തുന്നുണ്ട്. ഇപ്പം TPSൻ്റെ ആണെങ്കിലും
DSS വഴിയും അല്ലെങ്കിൽ ചിലപ്പോൾ MIS വഴിയോ നോളജ് വർക്കേഴ്സ് വഴിയോ എങ്ങനെ പോയാലും എക്സിക്യൂട്ടീവ് സപ്പോർട്ട് സിസ്റ്റത്തിൽ പർട്ടിക്കുലർ ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ അവർക്ക് ലഭ്യമാകുന്നുണ്ട്. സോ ഈ ഒരു ഇലുസ്ട്രേഷൻ വഴി നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഓരോ സിസ്റ്റവും ഓരോ ഡിഫറെൻറ്റ് ലെവലിലുള്ളതാണെങ്കിൽ പോലും ഒന്ന് വേറൊന്നിനോട് റിലേറ്റ് ചെയ്തിരിക്കുകയാണ്. സോ മേജർ സോഴ്സസ് ഓഫ് ഡേറ്റ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് വേറൊരു സിസ്റ്റത്തിലോട്ട്, ഇപ്പോൾ ലോവർ ലെവൽ സിസ്റ്റത്തിൽ നിന്നാണെങ്കിലും ടോപ്പ് ലെവൽ സിസ്റ്റത്തിലോട്ട് അത് ഡേറ്റ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട് എങ്കിൽ മാത്രമാണ് ഡിഫറെൻറ്റ് ഫങ്ഷണൽ ഏരിയാസ് ആണെങ്കിൽ പോലും നമുക്കത് പ്രോപ്പർ വേയിൽ സെർവ് ചെയ്യാൻ അല്ലെങ്കിൽ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. ഏറ്റവും അഡ്വാൻറ്റേജസ് പാർട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻ്റഗ്രേഷൻ, ഈ ഇൻ്റർലേഷൻ തന്നെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം വേയിൽ ഇൻഫോർമേഷൻ പ്രോപ്പറായിട്ട് ഫ്ലോ ചെയ്യണം. ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദി ഓർഗനൈസേഷണൽ ഇൻഫോർമേഷൻ ഫ്ലോ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഓർഗനൈസേഷൻ്റെ കോസ്റ്റ് എഫക്റ്റീവ് ആക്കണം, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും തമ്മിൽ നല്ലൊരു കോർഡിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യണം, ഒപ്പം തന്നെ എല്ലാ രീതിയിലുള്ള പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫേർട്ട് എന്ന് പറയുന്നത് മാക്സിമം ആയി മാറ്റണം. So these are all about management system. Thank you all. So I'm concluding. Today we discussed about various roles of managers, and also we discussed about the support system that are used by managers in different level. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. താങ്ക് യു all for listening me. Thank you.